ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വലയിടാൻ വേണ്ടി പോവുകയാണ്. ഒരു ലോങ് വീഡിയോ വലയിടുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് എടുക്കുന്നത്. അല്ലെങ്കിൽ മീൻ കിട്ടിയ വീഡിയോസ് അല്ലേ എടുക്കല്. ഇന്ന് കിട്ടുമോയെന്ന് അറിയില്ല. കുറേ പേര് വന്ന് മീൻ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാം. ഇന്ന് തെങ്ങിനൊക്കെ കവുങ്ങിനൊക്കെ പെയിൻ്റ് അടിച്ചു. നമ്മൾ എന്നും പോകുന്ന ആൾക്കാരാണ് 3 പേര്. കുഞ്ഞു ഇത് 3ാമത്തെ പ്രാവശ്യം അങ്ങോട്ട് വന്നാൽ പുഴയിൽ. കുഞ്ഞു ചെറിയ തോട്ടിലാണ് പോകുന്നതുകൊണ്ട് വലിയ പുഴയെ പോക്കാം. ഗായ്സ്, ഒരു ചെറുമീൻ ഗായ്സ്. അതിനകത്ത് ചൂണ്ടയെടുത്തില്ല നമ്മൾ. മണ്ടം വരെ നമ്മൾ വല മാത്രം എടുത്തിട്ട് വന്നിട്ട് ഇതാവുണ്ടി വേറെ മീൻ വട്ടോച്ചി. ഇതാവുണ്ടി അതാ അതിൻ്റെ ഇളയെ പോയടാ. നല്ലുണ്ട്. അവിടെ വട്ടോച്ചി ഉണ്ട്, ഒരു ചെറുമീനും ഉണ്ട്. അവിടെ അതിന് പേടിയില്ല കേട്ടോ. നമ്മളെ കണ്ടിട്ട് പോകുന്നില്ല. മീനെ പിടിക്കുക. അതാ പറഞ്ഞ അന്നാടി ഇരിക്കട്ടെ ഉണ്ണി, പിന്നെ പിടിക്കാം. ഓക്കെ ബൈ. അല്ല ഓക്കെ ബൈ. ഇവിടുത്തെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞാൽ എന്നാ ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ഇവിടുത്തെ റബ്ബറൊക്കെ വെട്ടിയെല്ലാം മുറിച്ച് കളഞ്ഞ്. നമ്മളെന്നും വരുന്ന അപ്പം ഇനി വരുന്ന വഴി തന്നെയാണ് ഗായ്സ്. എടി എനിക്ക് 400 നാനങ്ങുന്നില്ല കുഞ്ഞു. അവിടെ സ്റ്റെക്കായ പോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നത്. എന്നാ പറ്റിയെന്ന് അറിയില്ല. ചാമങ്ങി അയ്യോ പൂക്കുന്നേ ഉള്ളൂ അല്ലേ. സിലിമ്പിക്ക അതിനാടാ. ആയി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇടുന്ന ചെമ്പരത്തി വറക്കണത്. ഇവിടെ ആകെ 1 2 ചെമ്പരത്തി ഉണ്ടായിനി. അത് കിട്ടി. അത് കേടാടാ. പേര് കിട്ടീന. ഇത് നോക്കട്ടെ, രസം നോക്കട്ടെ. കാണിച്ചോണ്ണി. എന്തോ ഒരു ടേസ്റ്റില്ല ചാമങ്ങക്ക്. ഒരുമാതിരി. എന്താടാ കുഞ്ഞു കഴിക്കുവാണോ? എന്തോ ഒരു ടേസ്റ്റ്. വല്ലാണ്ട് മൂത്ത് പഴുത്ത് പോയിട്ടായിരിക്കും. നമ്മൾ അവിടെയാണ് വലയിടാൻ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കൂരലുണ്ടാ? പിന്നെ ഒരു കരിമീൻ. എടാ ഒരു വലിയ കൂരലടാ. അതെ പോ. നിങ്ങൾ കണ്ട ഗൈസ്. സൂം ചെയ്യാ. അതെ പോന്നണ്ട. എടാ എല്ലാം കൂടെ സെറ്റായിട്ട് എങ്ങോട്ട് പോന്നേ. അമ്മേ താഴെ ഇവിടെ പ്രാച്ചിയൊക്കെ ഇങ്ങനെ. അതാവുണ്ണി കുഞ്ഞു കടുങ്ങാലി പറലൊക്കെ. കുഞ്ഞു അപ്പോഴും വെള്ളത്തിൽ അലമ്പാക്കിയേ. പറയണ്ടേ ഞാനാ കുഞ്ഞു അലമ്പാ. ഇതാ കുഞ്ഞു അലമ്പാക്കുന്ന ഉണ്ണി. കുഞ്ഞു അങ്ങനെ എറിയരുത്. കുഞ്ഞു ഇത് കരിക്കലെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ എറിഞ്ഞ് ഇത് അലമ്പാക്കാൻ നോക്കുന്നുണ്ടേ. നമ്മള് വലയിടാൻ വേണ്ടി പോവാണ്. ഉണ്ണി അവനിറങ്ങി. ഇഷ്ടം പോലെ ഈ മീൻ എല്ലാം കൂടെ സെറ്റായിട്ട് എങ്ങോട്ട് പോകുന്നത് നമ്മൾ നിരീക്ഷിക്കണം. എന്നിട്ട് നമ്മൾ വലയിടുക. എനിക്ക് ആ പാറയിൽ ഇറങ്ങി നിൽക്കണം എന്നുണ്ട്. പക്ഷെ ഇറങ്ങി നിന്ന് ഇവിടുന്ന് മീൻ പോകുന്ന എങ്ങോട്ടാന്ന് കാണാൻ പറ്റൂല. കുഞ്ഞു നടി കിട്ടും ഞാൻ. കുഞ്ഞു വെള്ളം കൂടുതലാണ്. നീ എങ്ങനെ ഇറങ്ങുക? ആന്നടാ. നല്ല വെള്ളമുണ്ട്. കിട്ടാൻ ചാൻസ് കുറവാന്ന് പറയുന്നുണ്ട്. നീ നോക്ക്, ഒഴുക്കൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും പറയില്ല. കിട്ടും. വളർത്തു കേന്ദ്രത്തിൽ പോയിട്ട് അങ്ങനെ മീൻ നോക്കില്ല. അത് മാതിരി ഉണ്ട്. എല്ലാം കൂടെ കൂട്ടത്തോടെ ഇങ്ങനെ പോകുന്നത് എന്ത് രസമാണെന്ന് അറിയാം. നിങ്ങൾക്ക് കാണൂലായിരിക്കും അല്ലേ. വെള്ളം ഒരുമാതിരിയാണ്, അതുകൊണ്ട് കാണൂലായിരിക്കും. വലയിടലാണോ? നല്ല വെയിലുണ്ട്. അവന്റെ സ്ഥാനത്ത് കുഞ്ഞുവാണിത്.
ഒളിച്ചാ മീനെ കാണിപ്പോ ഒന്നിനും കാണുന്നില്ല കേട്ടോ. കല്ലിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ടാവും. ഞാൻ പാറാ നോക്കിയാ അതാ അവൻ്റെ അത്രയും വെള്ളമുണ്ട്. മതി. അവിടെ വെള്ളം കുറഞ്ഞില്ലേ? ഏ സൈഡിൽ കൂടെ ചെറിയ മീനിലെന്താ പോകുന്നു? ഞാൻ നിലത്തിടാൻ ഫോണൊക്കെ നല്ല ചൂടാകുന്നുണ്ട്. അതിനെന്നാ നമ്മളെ വല ഇട്ടിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ് വലയിടാൻ വേണ്ടിയിട്ട്. പക്ഷേ വലയിട്ടാൽ മീൻ കിട്ടും. ചൂണ്ടയിട്ടാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ചൂണ്ട എടുത്തിരുന്നെങ്കിൽ ഇന്ന് വരുമ്പോൾ കണ്ട ആ ചെറുമീനെയും കിട്ടിയേനെ വട്ടൂച്ചിനെയും കിട്ടിയാനെ. പക്ഷേ സാരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നോക്കട്ടെ അവിടെ വലിയ മീനുണ്ട് കാരണം ഈശ്വര. ഇതാ മീൻ, ഇതാ ഗൈസ്. ഓ 3-4 ഞാനിവിടെ കോരി പിടിക്കടാ. ഇതാ വലിയടാ. എന്നാ കൊണ്ടുപോവാ. ഈ പാറേന്റെ ഇവിടെ തന്നെ മീനുള്ളണ്ടാ എല്ലാം പോന്ന. അതാണ് കൂത്താടി കൂത്താടി കൂത്താടി. പിന്നെ ഭയങ്കര ഇളവാണ് കേസ്. വലയുടെ കൂടി എടുക്കാൻ പോന്നേ. ഇത് ഇതാ മീൻ, ഇതാ മീന്. ഇവിടെ വല ഇട്ടാലോ എല്ലാം പാറേന്റെ ചൂടില് കണ്ടാ കൈസിയോ. വല ഇങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മള് ഇവിടെയാണ് മീൻ ഇരിക്കുന്നത്. ഇപ്പം കാണുന്നൊന്നുമില്ല. അങ്ങോട്ട് ഇതാ ഒരു കടുങ്ങാലിപ്പറല് വന്ന് എനിക്ക് കണ്ണില്ല, കാണുന്നില്ല. താഴോട്ട് പോ. മണ്ണെത്തിയില്ല എനിക്കറിയാം. വരുന്നോക്ക് വിട്ടു വിട്ടു. ഓ ഇവിടെ ഫുള്ള് മണ്ണിൽ. അതാ ഇതാ അതാ മീന്. ഗ്യാപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് കാണുന്നൊന്നുമില്ല. നമുക്ക് ഒറ്റ ഒന്നിന് കിട്ടിയതാ. അയ്യോ അതാ അത്. അതിനകത്ത് എന്തോ കുടുങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കുഞ്ഞു കരിമീനെ കിട്ടി. അതവനിപ്പം കുടുങ്ങി. വല അനങ്ങിയിരുന്നു എന്തോ കുടുങ്ങിയപ്പം. കിട്ടിയടാ. ഓ കൂരെല്ലാം കിട്ടിയേ. വേഗിട് വേഗിട്. രണ്ട് മീനെ കിട്ടി നമുക്ക്. നമ്മൾ വലയിട്ടൊന്നും സെറ്റായില്ല. അതാ ഇപ്പം കുറവ് കിട്ടുന്നത്. 2 കിട്ടിയുള്ളൂ. അത്രയും കിട്ടില്ല, അതന്നെ വലിയ കാര്യം. പിന്നെ മര്യാദ കിട്ടാൻ നല്ല വൃത്തി കുറേ മീൻ കിട്ടും. ഇപ്പുറത്തെ പാറയിലെത്തി. നമ്മളിവിടുന്ന് വല അയച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ നിർത്തി ഒന്നും വരുന്നില്ല. ഈ പോത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല, ഈ പാറേൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ താഴെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ നോക്കുവാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല അല്ലേ കുഞ്ഞു? ആരുമില്ല, അങ്ങനെയല്ല, പീസ്ഫുൾ. അതെ, നല്ല മുടയോ. ആ വലയിലൊരു കടുങ്ങാലിപ്പാറലുണ്ട് കേട്ടോ. നമുക്കൊരു ആരെല്ലാം കിട്ടി ഗായ്സ്. കണ്ട ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടില്ലായിരുന്നു. ഇത് കണ്ട, നമുക്കിന്ന് കൂച്ചാലായി.
വന്നതിന് ഉപകാരം ഉണ്ടായാലും ഉണ്ണി. കൂരൊന്നും കല്യാൺകുട്ടിനെ കിട്ടി കാണിച്ചാ. ഓ കല്യാൺകുട്ടിനൊന്നും കൊണ്ടുവന്നേടാ. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്നും കൂടെ പിടിച്ചു തന്നെ, ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. നീ പിടിച്ചോ. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ. ബാ പോവാം. ഇതിനെങ്ങനെ എടുക്കട്ടെ, എടുക്കും മോനെ. ഇത്രയും ചെറുതാണോ? ഞാൻ മത്തൂരിപ്പോ കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് വിളിച്ചെടുക്കാം. ഇതെല്ലാം ഞങ്ങൾ വലയിൽ കുടുങ്ങിയ മീനുകളാണ്. കുഞ്ഞൊന്ന് പിടിച്ചാ നോക്കട്ടെ. നമുക്ക് ഒരു കരിമീനെ കിട്ടി. ഇനി ഇപ്പൊ ചത്തിട്ടുണ്ട്. നമ്മൾ വല അയച്ചുകൊണ്ട് കൊടുക്കുകയാണ്. മീൻ പോകുന്ന നമ്മൾ ഇതിന്റെ തലക്കും വാലിനും ചേർത്ത് ഷർട്ടൊന്നും എടുക്കല്ലോ കുഞ്ഞു. വലിയ വലിയ മുട്ടി. നമ്മളിപ്പോൾ വല ചുറ്റി എടുക്കുവാണ് ഇങ്ങനെ. നമ്മളിങ്ങനെ വലയിട്ട് വെച്ചോണ്ട് കുഞ്ഞു തവള വിടുന്ന്. അതാ ഒന്നും കൂടെ വിട്ടോ കുഞ്ഞു. അയ്യേ കുഞ്ഞിനെ വിടാറിയില്ല. അയ്യേ ഇല്ല കുഞ്ഞു. ഞാൻ വിട്ട് കാണിച്ചേരാം ഗായ്സ്. കണ്ടാ രണ്ടെണ്ണം ഒന്നും കാണിച്ചേരേ. ഇന്നത്തെ പരന്ന കല്ലെടുക്കണം. ആയില്ല. അയ്യേ ഒന്നും കാണിച്ചേരാം. കാണിച്ചേ. അത് പോയാ നോക്കട്ടെ. അതെവിടെയാ കുഞ്ഞു അങ്ങത്തിന്? ഒന്നും കൂടെ ഇല്ല കുഞ്ഞു. ആ രണ്ടെണ്ണം. പണ്ടുണ്ട് നമ്മളാക്കും ഇങ്ങനെ ഇങ്ങനെ മൂന്നാലിനൊക്കെ തെറിച്ചു പോയാണ്. അയ്യോ നല്ല വെയിലുണ്ട്. അതിനടുത്ത് കമ്പല ഇളക്കുന്നുണ്ട്. മീനിനെ ഇളക്കി വിടുവാണ്. കുഞ്ഞിന് ഞാൻ പുതിയ ഗെയിം കളിപ്പിച്ചു കൊടുത്തിനെ. ഞാൻ തവള ഇതാക്കുന്നത് അല്ലേ കുഞ്ഞോ? പിന്നെപ്പാ നീ ആദ്യമായിട്ട് അന്ന് വന്നപ്പോ വേണ്ടിനെ. എൻ്റെ തലയൊക്കെ ഇങ്ങനെ മുട്ട പൊരിക്കേണ്ട ഭാഗത്തിൽ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ തല ഇതായിട്ടുണ്ട്. ഇനി തല വെള്ളത്തിൽ കൊണ്ട് മുക്കിയാലോ എന്ന് വിചാരിക്കുക. അയ്യോ ഭയങ്കര വെയിലാണ്. ഞാൻ പറഞ്ഞ പോകാമെന്ന് മടുത്ത് മനുഷ്യൻ. കുറേയൊക്കെ നമുക്ക് ബോറടിക്കും ഗായ്സ്. എൻ്റെ ഫോൺ നല്ല ചൂടായി വെളുത്തിരുന്നിട്ട്. ഞാൻ വെള്ളത്തിൽ മുക്കിയാലോ എന്ന് വിചാരിക്കുന്നത്. അയ്യോ അങ്ങനെ ചൂടായി ഇനി ഫോണ്. സൂര്യൻ കത്തുക. സൂര്യൻ ഒത്തിരി മീൻ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഒരു സൈഡിൽ. നമ്മളിനി പോകാൻ നോക്കുകയാണ്. ആ വല എടുത്തുകൊണ്ട് വരുമ്പം കാണാം.
നമുക്ക് എങ്ങനെ കുറിച്ചാല് പകുതി വേറെ പൊരിച്ച അടിപൊളിയാണ് കടുങ്ങാലിപ്പറല്. കുറേ കടുങ്ങാലിപ്പറല് കിട്ടി നമുക്ക്. കുഞ്ഞതാണ്. എൻ്റെ കയ്യിൽ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് 16 മീൻ കിട്ടി. ആ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ആ പിന്നെ ഇതുമുണ്ട്. നമ്മളിവിടെ വലയിട്ടിട്ടുണ്ട്. ഇപ്പം കുടുങ്ങിയ മീനെ കാണിച്ചു തരാം. ഇതുണ്ട്, തിളങ്ങുന്നുണ്ട്. മീൻ ഇപ്പം ഈ വലക്കാത്ത കുടുങ്ങിയാണ്. ഈ വല പൊക്കുവാടാ. മുള്ളമീനാ കണ്ടാ മീൻ കുടുങ്ങിയതുണ്ട് ഗൈസ്. ഒന്നിനെ കാണുന്നില്ല കുടുങ്ങിയിട്ട് ഇപ്പൊ. ആ അതാ ഒന്നിനെ കണ്ട്. ഒന്ന് രണ്ട് മീൻ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ കിട്ടാൻ വയ്യ. ഞാൻ ഇവിടെ നിന്ന് ഇടുന്ന സമയത്ത് തണുക്കുന്നില്ല. അത് അങ്ങൊന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2 കുടുങ്ങിയാണ്ടോ. ഒന്നിനെ കണ്ടോ. ഇതിപ്പോ ഇളകി പോവോ ഇത്. ഇഷ്ടം പോലെ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അവൻ അവിടുത്തെ കുറേ ഇളക്കി, ഇങ്ങനെ കുത്തി കുത്തി ഇളക്കി. അപ്പോൾ കുറേ മീൻ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങ് പോകണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അരയിൻ്റെ അത്രയും വെള്ളമുണ്ട് അങ്ങോട്ട്. ഇതാ മീൻ കളിക്കുന്നുണ്ട്. അങ്ങല്ലേ എന്നാൽ നൈസായിട്ട് നീ വീഡിയോ എടുത്തിട്ടാ പോകാല്ലേ. നമ്മൾ പോകാൻ നോക്കുകയാണ്. ഓ വല എടുക്കുവാണ്. ആ ഒരു കാച്ച്. ഈ വല വൃത്തിയാക്കി എടുക്കലാണ് ബുദ്ധിമുട്ട്. ഇത് 5 എണ്ണം ഒന്നിച്ച് കുടുങ്ങിയിട്ടുണ്ട് പോലും. എനിക്ക് പോകണമെന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ വെള്ളം കൂടുതലാണ്. അങ്ങനെ വല മൊത്തം എടുത്തിട്ടുണ്ട്. കിടക്കുന്നുണ്ട് എന്തൊക്കെയോ. മൊത്തം ചപ്പ് കുടുങ്ങിയേക്കാണ് ഇപ്പം. എൻ്റെ മോനെ ആദ്യമായിട്ടാണേ ഇത്രയും മീൻ കിട്ടുന്നത് നമുക്ക്. ഞാൻ വന്നിട്ടേ എൻ്റെ ഉണ്ണി നല്ല ഇവർ തന്നെ പോയിട്ട് പിടിച്ചിട്ട് വരിക. ഓ നല്ലുണ്ട്. നമുക്ക് അവിടെ ഇട്ടിട്ട് ഇത്രയും മീൻ കിട്ടി. എടുത്തോ. എണ്ണി നോക്കാം പിന്നെ. നമുക്ക് കിട്ടിയ മീനുകളാണ് ഇതുവരെ. നമുക്കിപ്പോൾ ഏകദേശം 2.5 കിലോ ഉണ്ടാവും തോന്നുന്നു. ഒത്തിരി കടുങ്ങാലിപ്പരലിനെയാണ് കിട്ടിയത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട മീൻ തേച്ചും കിട്ടിയതിന് ഭാഗ്യം. പൊരിച്ച അടിപൊളിയായിരിക്കും ഇതൊക്കെ. പൊരിച്ചിട്ട് നമുക്ക് കാണാം. മീൻ പിന്നെ ആരള് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കൂരിൽ കുറേ കൂരിലുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഒന്നിനേ കിട്ടിയുള്ളൂ. നമുക്ക് എന്തായാലും കുറേ മീൻ കിട്ടി എന്തായാലും ഭാഗ്യത്തിന്. അങ്ങനെ ഇപ്പോൾ 1:45 നമ്മൾ പഴന്ന് ഓടിപ്പോയതോ. വെള്ളമൊന്നും എടുത്തില്ല. ദാഹിച്ച് പണ്ടാറാണെങ്കിൽ ഇനി വെള്ളം കുടിക്കട്ടെ. വെളിച്ചെണ്ണ ആദ്യം. അടുത്ത ഗൈസ് ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ. ഇതാണ് വൃത്തിയാക്കി ചെത്തിപ്പിച്ചെടുക്കണം.
കോഴി വന്നിട്ടുണ്ട്. നമ്മളെ കോഴീനോട് കളിച്ച കോഴിയോ ഉണ്ണി? നമ്മൾ ചാരോട്ടിനെ മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ കുഞ്ഞൂനെടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. മീൻ പൊരിഞ്ഞ കൊടുക്കാണ്. കുറച്ച് കുഞ്ഞൂന് കൊടുത്തു വിട്ടു. പിന്നെ ബാക്കി ഇത്രയും ഉണ്ട്. ഇത് ചിലപ്പോൾ പുളിമുളക് ഇടാനാ അല്ലെ പൊരിക്കാനാ? പുളിമുളക് ഇടാനാ? പുളിമുളക് ഇടാൻ പോവാണ് നമ്മൾ. ഇത് പൊരിഞ്ഞിട്ട് കാണാം. പ്രാച്ചിനൊക്കെ ഇട്. ഇതാ നടുക്ക് വീട് ഇട്ടുവിടാനാ? 3 പ്രാച്ചിനിടാം. അപ്പം നല്ല ഉണ്ടാവും. ഇനി ഒന്നാ പ്രാച്ചിനുണ്ട് അതിനകത്ത്.